മിശിഹായാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നിത്യജീവൻ വചന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വചനം മുതലുള്ള ഏതാനും തിരുവചന ഭാഗങ്ങളാണ്. ഈ 6-ാം അധ്യായത്തിലെ 16-ാം വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദാനിയേലിനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നാഗ്രഹിച്ച ദാനിയേലിൻ്റെ ശത്രുക്കൾ അതിനുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞു, എല്ലാ കുതന്ത്രങ്ങളും ഉണ്ടാക്കി രാജാവിനെ പോലും ദാനിയേലിനെതിരെ തിരിച്ചു. അങ്ങനെ ദാനിയേലിനെതിരെ ഒത്തിരിയേറെ അപവാദങ്ങളും അപഖ്യാതികളും ഒക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് അവസാനം ദാനിയേലിൻ്റെ ശത്രുക്കൾ വിജയിച്ചത്. അങ്ങനെ രാജാവിൽ നിന്നും കൽപ്പന കിട്ടി, ഇതാ ദാനിയേലിനെ അവരെല്ലാവരും കൂടെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു. എന്തിനാ ഇത് ചെയ്തത്? ഇനി ഒരു കാരണവശാലും ദാനിയേൽ രക്ഷപ്പെടരുത്. ദാനിയേലിൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കണം. അതിനെക്കൊണ്ടുള്ള ശല്യം തീരണം. ഇങ്ങനെയൊക്കെ ഉള്ളിൽ അങ്ങേയറ്റത്തെ കലിയും ദേഷ്യവും അരിശവും ഒക്കെ വെച്ചുകൊണ്ടാണ് അവർ ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞത്. ഇത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ വചനം നമുക്ക് എന്നതാ പറഞ്ഞു തരുന്നേ? ചില ആളുകളുണ്ട് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടരുത് എന്നാഗ്രഹിക്കുന്നവർ. നമ്മുടെ ജീവിതം തകർന്നു പോകണം, നമ്മൾ സാമ്പത്തികമായും ഭൗതികമായും ആത്മീയമായും ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും ധാരാളം ആളുകളുണ്ട്. അവരെന്നാ ചെയ്യുന്നത്? ദാനിയേലിനോട് അന്നത്തെ ആളുകൾ ചെയ്തതുപോലെ നമ്മളെ വലിയ കെണിയിൽപ്പെടുത്താൻ, നമ്മുടെ സൽപ്പേരിനും നമ്മുടെ പേരിനും പെരുമയ്ക്കും ഒക്കെ അങ്ങേയറ്റം ക്ഷീണം വരുത്തുന്ന വിധത്തിലും നമ്മളെ എല്ലാ തരത്തിലും തകർത്ത് കളയുന്ന വിധത്തിലും ഇവരൊക്കെ പെരുമാറും. എന്നിട്ട് അങ്ങനെ ചതിച്ച് കഴിയുമ്പോൾ അവർ ചിന്തിക്കും, ഇനി ഈ മനുഷ്യൻ ഒരിക്കലും പൊങ്ങി വരില്ല, ഇതോടെ തീർന്നു ഇവൻ്റെ ജീവിതമെന്ന്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നതെന്നോ? അത് 6-ാം അധ്യായത്തിലെ 17-ാം വചനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ദാനിയേലിനെ കുറിച്ചുള്ള വിധിക്ക് മാറ്റം വരാതിരിക്കാൻ അവർ ഒരു കല്ലുകൊണ്ട് കുഴി അടയ്ക്കുകയും രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മോതിരങ്ങൾ കൊണ്ട് മുദ്ര വയ്ക്കുകയും ചെയ്തു. എന്തിനാ എങ്ങനെ ചെയ്യുന്നേ? ഇനി ഒരു കാരണവശാലും രക്ഷപ്പെടരുത്, ഇതോടെ തീരണം. ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും പല ആളുകളും നമ്മളോട് പെരുമാറുന്നത്. ഇതിൻ്റെ 2-ാം ഭാഗം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ആളുകൾ പെരുമാറുമ്പം നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? അത് ദാനിയേലിൻ്റെ മനോഭാവമായിരിക്കണം. ദാനിയേൽ അവർക്കെതിരെ ഒന്നും പറഞ്ഞില്ല, തന്നെ കുഴിയിലേക്ക് എറിയരുതെന്ന് പറഞ്ഞില്ല, ചെറുത്ത് നിന്നില്ല. പക്ഷേ ദാനിയേലിൻ്റെ മനോഭാവം എന്നതാണ്? 100% ദൈവത്തിൽ ആശ്രയിച്ചു. എന്നെ കാക്കുന്ന എൻ്റെ കർത്താവ്, എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ ദൈവം എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിച്ചുകൊള്ളുമെന്ന് ഉറപ്പായിട്ട് അങ്ങ് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അഭയം പ്രാപിച്ചാൽ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ എന്നും ശാന്തമായിരിക്കും. നമ്മൾ ഒരിക്കലും ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെട്ടോ മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പരാതി പറഞ്ഞുകൊണ്ടോ അവരെ കുറ്റം വിധിച്ചുകൊണ്ടോ ഒന്നും നമ്മൾ ജീവിക്കില്ല. കാരണം നമുക്കറിയാം കർത്താവ് നമ്മളെ കാത്തുരക്ഷിച്ചുകൊള്ളുമെന്ന്. ഇനി പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലെ മനോഹരമായ കാര്യം എന്താണെന്നോ? ആ 6-ാം അധ്യായത്തിലെ 16-ാം വചനത്തിൻ്റെ 2-ാം ഭാഗം, അതിൽ രാജാവ് ഇങ്ങനെയാണ് വായിക്കുന്നത്: രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതിൽ
ഒരു വചനഭാഗം ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ നിറയണം. എന്നതാണ്? രാജാവ് പറഞ്ഞതാണ്, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ എന്ന്. സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്നതാ അതിൻ്റെ അർത്ഥം? നമ്മൾ വെള്ളം എടുത്തു കുടിക്കുമ്പോൾ അതിനെ വെള്ളം സേവിക്കുന്നു എന്ന് പറയില്ല. എന്നാൽ നമ്മൾ ഒരു കഷായം കുടിക്കുന്നതിനെ സേവിക്കുന്നു എന്ന് പറയും. ചില പ്രത്യേകമായ ആരോഗ്യം കിട്ടുന്നതിന് പ്രത്യേകമായ മരുന്നുകൾ കഴിക്കുന്നതിനെ സേവിക്കുക എന്ന് പറയും. അത് പെട്ടെന്ന് മനസ്സിലാകാൻ എന്നതാ, ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെ പ്രസവത്തിന് ശേഷം ആ സ്ത്രീക്ക് പ്രസവരക്ഷ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴും അത് ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. പ്രസവിച്ച് കിടക്കുന്ന ആ സ്ത്രീക്ക് അതിൻ്റെ അമ്മ പ്രസവരക്ഷ കൊടുക്കും. ചില പ്രത്യേക തരത്തിലുള്ള മരുന്നുകളൊക്കെ കൂട്ടിച്ചേർത്തുള്ള ഭക്ഷണങ്ങൾ, കഷായങ്ങൾ, ഇതൊക്കെ അതിനെ പ്രസവരക്ഷ, അത് ആരോഗ്യം തിരിച്ചെടുക്കാനുള്ള സേവിക്കലാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ദാനിയേലിനോട് ഈ രാജാവ് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു തന്നതാണ്, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ എന്ന്. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ സേവിക്കുന്നവരാകണം. അതിൻ്റെ അർത്ഥം എന്നതാ, ആത്മീയമായിട്ട് എന്നും അസാധ്യമായ ശക്തി നമുക്കതിലൂടെ കിട്ടുമെന്ന്. സേവിക്കുന്നത് പൂർണ്ണ ശക്തി കിട്ടാനാ, വലിയ ശക്തി കിട്ടാനാ, വലിയ അഭിഷേകം കിട്ടാനാ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന പോലെയോ വെള്ളം കുടിക്കുന്ന പോലെയോ മറ്റെന്തെങ്കിലും കുടിക്കുന്ന പോലെയോ അല്ല, നേരെ മറിച്ച് നിരന്തരം നമ്മൾ ദൈവത്തെ സേവിക്കണം. അങ്ങനെ സേവിച്ചാലോ ആ കർത്താവ് നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. എല്ലാ പ്രതിസന്ധിയിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ ശത്രുക്കളിൽ നിന്നും ദാനിയേലിനെ കർത്താവ് രക്ഷിച്ചതുപോലെ നമ്മളെയും രക്ഷിക്കും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിശ്വസിഹായെ സേവിക്കുന്നവരാകണം നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ഈ വചനത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 23-ാം വചനമാണ്. ഇങ്ങനെയാണ് ആ വചനത്തിൽ കാണുന്നത്: രാജാവ് ദാനിയേലിനെ പുറത്തു കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ദാനിയേലിനെ അവൻ കുഴിയിൽ നിന്നും കയറ്റി. ഏറ്റവും മനോഹരമായ കാര്യം എന്നാണെന്നോ, ആരാണോ ദാനിയേലിനെ കുഴിയിലേക്ക് എറിയാൻ കൽപ്പിച്ചത്, അതേ വ്യക്തിയെ കൊണ്ട് തന്നെ ദൈവം പറയിപ്പിച്ചു ദാനിയേലിനെ കുഴിയിൽ നിന്നും കയറ്റാനായിട്ട്. എന്നതാ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ആത്മീയ മർമ്മം? ഇന്ന് ആരാണോ നമ്മളെയൊക്കെ തകർക്കാനായിട്ട് നോക്കുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ, നമ്മളെയൊക്കെ ആ തകർച്ചയിൽ നിന്ന് കരകയറ്റുന്നത് നമ്മളെ തകർക്കാൻ നോക്കിയവരായിരിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇന്നത്തെ നമ്മുടെ ശത്രുക്കളായിരിക്കും പ്രിയപ്പെട്ടവരെ നാളത്തെ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ. ഇന്ന് നമ്മളെ തകർക്കാൻ നോക്കുന്നവരായിരിക്കും നാളെ നമ്മളെ പടുത്തുയർത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇന്ന് നമ്മുടെ സൽപ്പേരിന് കോട്ടം വരുത്തുന്നവരായിരിക്കും നാളെ നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ലോകത്തോട് മുഴുവൻ പറയുന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൽ കാണുന്നത്. ശക്തമായ വിധത്തിലല്ലേ ഈ രാജാവ് പറഞ്ഞത്, അവനെ കുഴിയിൽ നിന്നും പുറത്തെടുക്ക് കൽപ്പിച്ചു. നേരത്തെ പറഞ്ഞത് ആ കുഴിയിലോട്ട് എറിഞ്ഞേക്കാനാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരെങ്കിലുമൊക്കെ നമുക്കെതിരെ എന്തെങ്കിലും പറയുന്നു, എന്തെങ്കിലും പ്രവർത്തിക്കുന്നു, നമ്മളെ തകർക്കാൻ നോക്കുന്നു, നമ്മളെ ചതിക്കുന്നു എന്ന് കരുതി ഒരു കാരണവശാലും നിരാശപ്പെടരുത്. നമ്മൾ കർത്താവിശ്വസിഹായെ സേവിക്കുന്നവരാണെങ്കിൽ ഇന്നത്തെ ശത്രുക്കൾ നാളത്തെ നമ്മുടെ സുഹൃത്തുക്കളാകും. അത് ഈ വചനം നമുക്ക് നൽകുന്ന വലിയ പ്രതീക്ഷയാണ്, വലിയ ശക്തിയാണ്. വീണ്ടും നമുക്ക് കാണാം, നമ്മളെ ശപിക്കുന്നവർ തന്നെ നമ്മളെ അനുഗ്രഹിക്കും. അതിനൊക്കെയാണ് നമ്മൾ പറയുന്നത് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നൊക്കെ. കർത്താവിശ്വസിഹ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ഈ സാവൂളിൻ്റെ കാര്യം നോക്കി,
ഈശോ സാവൂളിനെ എങ്ങനെ ഉപയോഗിച്ചേ? ക്രിസ്ത്യാനി എന്ന് പേര് കേൾക്കുന്നത് ചതുർത്ഥിയായിരുന്നു സാവൂളിന്. ക്രിസ്ത്യാനികളെ മുഴുവൻ പിടിച്ചുകെട്ടിയും വലിച്ചിഴച്ചും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്ത മഹാക്രൂരനായ ഒരു നേതാവ്. പടയാളികൾക്കൊക്കെ അതിന് നേതൃത്വം കൊടുത്തു ഈ സാവൂൾ എന്ന മനുഷ്യൻ. ആ അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ക്രിസ്ത്യാനികളുടെ വീടുകൾ ഓരോന്നോരോന്ന് ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി വീടുകൾ തോറും കയറിയിറങ്ങി അവിടെ നിന്നും ക്രൈസ്തവരെ പിടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുപോയിരുന്നു. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈ സാവൂള്. സാവൂൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഭയപ്പെട്ടിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചേ? ആ ശത്രുവായ സാവൂളിനെ തന്നെ ഇതുപോലെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനം, നീചമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്ന് നേതൃത്വം നൽകിയ സാവൂളിനെ തന്നെയല്ലേ കർത്താവ് യേശു മിശിഹ ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിച്ചത് തൻ്റെ വചനം പ്രഘോഷിക്കാൻ, തൻ്റെ വചനം എഴുതാൻ, മറ്റുള്ളവർക്ക് ശക്തി കൊടുക്കാൻ, മറ്റുള്ളവരെ എല്ലാവരെയും തന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് കർത്താവ് ഉപയോഗിച്ചത് ഇതേ സാവൂളിനെ തന്നെയാണ്. മുള്ളിനെ മുള്ളുകൊണ്ടെടുത്തു, ശത്രുവിനെ മിത്രമാക്കി തീർത്തു. അതുകൊണ്ടാണ് ഈ സാവൂൾ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പം കർത്താവ് യേശു മിശിഹായെ പ്രഘോഷിക്കാനും കർത്താവിനെ സാക്ഷ്യം വഹിക്കാനും തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദരും മുഴുവൻ അത്ഭുതപ്പെട്ടത്. ഇതെങ്ങനെയാണ്? നേരത്തെ നമ്മൾ കണ്ട മനുഷ്യനല്ലേ, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച മനുഷ്യനല്ലേ ഇപ്പം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത്? ഇതാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് യേശു മിശിഹായുടെ പ്രത്യേകത. എതിര് നിന്നവരെയൊക്കെ അനുകൂലികളാക്കി മാറ്റും. എല്ലാ തരത്തിലും നശിപ്പിക്കാനായിട്ട് പാഞ്ഞു നടക്കുന്നവരെ, അവരെയൊക്കെ പിടിച്ച്, ശത്രുക്കളെയൊക്കെ പിടിച്ച് സുഹൃത്തുക്കളാക്കി തീർക്കും. നശിപ്പിക്കാൻ നടക്കുന്നവരെ പുനരുദ്ധരിക്കാനെന്ന ആ പ്രക്രിയയിൽ ഏർപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ കർത്താവിൽ ആശ്രയിച്ചാൽ മതി. കർത്താവിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് യേശു മിശിഹ കാത്തു പരിപാലിക്കും. അതാണ് പ്രിയപ്പെട്ടവരെ, കൊല്ലാനായിട്ട് വരുന്നവർ അവരെ വളർത്തുന്നവരായിത്തീരും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് ദാനിയേലിനെ പോലെ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലെ 23-ാം വചനത്തിൻ്റെ 2-ാം ഭാഗം. നേരത്തെ അതിൻ്റെ ആദ്യ ഭാഗമാണ് കണ്ടത്. അതിൻ്റെ 2-ാം ഭാഗം എങ്ങനെയാണ്? ദാനിയേൽ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ വചനം കൃത്യമായി മൂന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, ദൈവത്തിൽ ആശ്രയിക്കണമെന്ന്. ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പം, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അയ്യോ എല്ലാം നശിച്ചേ, ഇനി ഒന്നും കാര്യമില്ല, എല്ലാം തകർന്നു പോയി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആകപ്പാടെ നമ്മൾ നിരാശപ്പെടുകയല്ല വേണ്ടത്. ഏത് പ്രശ്നങ്ങളിലുണ്ടായാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും ദാനിയേലിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കണം. പ്രിയപ്പെട്ടവരെ, 100% ഉറപ്പാണ് അങ്ങനെ ആശ്രയിക്കുന്ന ഒരാളെ ദൈവം കൈവിടില്ല എന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ കാണുന്ന വലിയ യാഥാർത്ഥ്യമാണത്. കർത്താവിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് കൈവിടില്ല. അതുകൊണ്ടാണ് ജോഷുവ പ്രവാചകനോട് ദൈവമായ കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, മോശയോട് കൂടെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഞാനും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. എങ്ങനെയാണോ ഞാൻ മോശയോട് കൂടെ ഉണ്ടായിരുന്നത്, അതെങ്ങനെയായിരുന്നു എന്ന് ജോഷുവയ്ക്ക് നല്ലോണം അറിയാം. കാരണം ജോഷുവ മോശയെ അനുഗമിച്ചിരുന്ന, മോശയുടെ സംഘത്തിലുണ്ടായിരുന്ന ഏറ്റവും ധീരനും ശക്തനുമായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ദൈവം മോശയെ നയിച്ചതെന്ന് ജോഷുവയ്ക്കറിയാം. അപ്പോൾ ജോഷുവയോട് പറഞ്ഞു കൊടുത്തു ദൈവം, ഞാൻ എങ്ങനെയായിരുന്നോ മോശയുടെ കൂടെ ഉണ്ടായിരുന്നത് അതുപോലെ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഇന്ന് നമ്മൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ, മോശയെ നയിച്ച ദൈവം എങ്ങനെയായിരുന്നോ ദാനിയേലിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അതുപോലെ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് എന്ന്. കർത്താവ് യേശു മിശിഹ എങ്ങനെയായിരുന്നോ
സാവൂളിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സാവൂളിനെ രൂപപ്പെടുത്തിയെടുത്തത് പൗലോസാക്കി മാറ്റിയെടുത്തത്, അതുപോലെ നമ്മളെ കർത്താവ് യേശു മിശിഹ രൂപപ്പെടുത്തും. കർത്താവിൻ്റെ കയ്യിലെ ശക്തമായ വ്യക്തികളാക്കി, ഉപകരണങ്ങളാക്കി രൂപപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നമ്മളെ അതുകൊണ്ട് മൂന്നാമതായി കർത്താവ് പറഞ്ഞു തരുന്ന വലിയ ആത്മീയമായ മർമ്മം ഇതാണ്: ഏത് സമയത്തും ഏത് സാഹചര്യങ്ങളിലും കർത്താവിനോട് ചേർന്ന് നിൽക്കണം, കർത്താവിനെ ആശ്രയിക്കണം. ഇനി പ്രിയപ്പെട്ടവരെ, അടുത്തതായി ഈശോ നമുക്ക് ഈ വചനത്തിലൂടെ പറയുന്ന അടുത്ത കാര്യം ഇതാണ്. നാലാമതായിട്ട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 26-ാം വചനം. അതിങ്ങനെയാണ്: രാജാവ് കൽപ്പിച്ചു, എൻ്റെ അധികാരത്തിലുള്ള എല്ലാവരും ദാനിയേലിൻ്റെ ദൈവത്തിന് മുൻപിൽ ഭയന്ന് വിറയ്ക്കണമെന്ന് ഞാൻ വിളംബരം ചെയ്യുന്നു. എന്തെന്നാൽ അവിടുന്നാണ് നിത്യനും ജീവിക്കുന്നവനുമായ ദൈവം. അവിടുന്നാണ് നിത്യനും ജീവിക്കുന്നവനുമായ ദൈവം. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം ശക്തമായ ആത്മീയ സത്യങ്ങളാണെന്നോ ഈ 6-ാം അധ്യായം 26-ാം വചനത്തിൽ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതൊരു 3-4 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമതായിട്ട്, സഹനങ്ങൾ ഒന്നും പാഴായി പോവുകയില്ല. ജീവിതത്തിൽ നമ്മുടെ സഹനങ്ങൾ അത് കർത്താവിനോട് ചേർന്ന് നിന്നാണ്, കർത്താവിൽ ആശ്രയിച്ചാണ് നമ്മൾ സഹിക്കുന്നതെങ്കിൽ സഹനങ്ങൾ ഒന്നും തന്നെ പാഴായി പോവുകയില്ല. ഒന്ന് ഓർത്തു നോക്കിയേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അൽഫോൻസാമ്മ ഈ ഹ്രസ്വമായ ജീവിത കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സഹിച്ചു. അന്ന് സഹിച്ച ആ ജീവിതത്തിലെ സഹനങ്ങൾ അതിൻ്റെ ഒരു കണികയെങ്കിലും പാഴായിപ്പോയോ? പാഴായിപ്പോയില്ല. അന്ന് കുറച്ച് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ സഹിച്ചു, ഒത്തിരിയേറെ സഹിച്ചു. പക്ഷേ ആ സഹനത്തിലൂടെ എന്താ സംഭവിച്ചത്? കത്തോലിക്ക സഭയ്ക്ക്, പ്രത്യേകിച്ചും കേരള കത്തോലിക്ക സഭയ്ക്ക് എന്തെന്നില്ലാത്ത ഉണർവും ഉന്മേഷവും ആത്മീയമായ നിറവും ചൈതന്യവും നൽകുവാൻ അൽഫോൻസാമ്മയുടെ സഹനം കാരണമായി തീർന്നു. ഇത് നമ്മളെയൊക്കെ വലിയ സത്യമല്ലേ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു തരുന്നത്? സഹനങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ വിലയുള്ളതാണെന്നും സഹനങ്ങളൊന്നും പാഴായി പോവുകയില്ല എന്നും. വിശുദ്ധ കൊച്ചുത്രേസ്യയും അതുതന്നെയല്ലേ പഠിപ്പിച്ചത്? ജീവിതത്തിൽ വെറും 24 വർഷമേ ഈ ലോകത്ത് ജീവിച്ചുള്ളൂ എങ്കിലും ജീവിച്ചപ്പോൾ അങ്ങേയറ്റ ശരീരത്തിൽ വേദനിച്ച വ്യക്തിയാണ്. ആരെങ്കിലും ഇങ്ങനെയൊന്ന് തൊട്ടാൽ പോലും ശരീരം വേദനിക്കുമായിരുന്നു, അതുപോലെ വേദന. പക്ഷേ എല്ലാ വേദനകളെയും കൊച്ചുത്രേസ്യ എന്ന ആ കന്യാസ്ത്രീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. എന്നും പറയും, കർത്താവേ, എനിക്ക് ഇത്രയും സഹനങ്ങളാണ് ഇന്നുണ്ടായത്, ഇത്രയും വേദനയാണ് ഇന്നുണ്ടായത്, ഇതാ ഞാൻ അങ്ങയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. ഇങ്ങനെ സമർപ്പിച്ച് ജീവിച്ചപ്പോൾ എന്താ സംഭവിച്ച പ്രിയപ്പെട്ടവരെ? ലോകത്തിൻ്റെ മുഴുവൻ എവിടെയൊക്കെ വിശ്വാസ സമൂഹം, അത് വൈദികരായാലും അത് സിസ്റ്റേഴ്സായാലും അത് വിശ്വാസ സമൂഹത്തിൽ ആരായാലും എവിടെയൊക്കെ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നോ അവരുടെ ഒക്കെ മധ്യസ്ഥയായി തീർന്നില്ലേ വിശുദ്ധ കൊച്ചുത്രേസ്യ? എങ്ങനെയാണ് ഇത് സാധ്യമായി തീർന്നത്? തൻ്റെ സഹനങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ മഹത്വത്തിനായി കാഴ്ചവെച്ചപ്പോൾ എല്ലാ സഹനങ്ങളും അത് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ അവർ സഹിക്കുമ്പോൾ എല്ലാം തന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സഹനങ്ങളോട് ചേർത്ത് കർത്താവിൻ്റെ പക്കലേക്ക് കാഴ്ചവെക്കുകയാണ്. ഇന്ന് ലോകം മുഴുവനും ആത്മീയ ശുശ്രൂഷകൾ ചെയ്യാൻ, മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വലിയ മധ്യസ്ഥയായിട്ട് കൊച്ചുത്രേസ്യ നിലകൊള്ളുന്നെങ്കിൽ അതിൻ്റെ കാരണം സഹനങ്ങളെയൊക്കെ പാഴാക്കി കളയുകയല്ല, നേരെ മറിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് കാഴ്ചയായി സമർപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 26-ാം വചനത്തിൻ്റെ അടുത്ത ഭാഗം എങ്ങനെയാണ്? ഒരു വേദന, ഒരു സഹനം, ഒരു ദുഃഖം, ഒരു കഷ്ടപ്പാട്, ഇതൊക്കെ കർത്താവിനോട് ചേർന്ന് നിന്ന് ഏറ്റെടുത്താൽ അതിന് ദൂരവ്യാപകമായ ഫലമുണ്ട്.
ദാനിയേൽ ഈ സഹനത്തെ ഏറ്റെടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ആ രാജ്യം മുഴുവനും ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി തീർന്നു. സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന സമൂഹമായി തീർന്നു. രാജാവും പ്രജകൾ മുഴുവനും രാജ്യം മുഴുവനും സത്യദൈവമായ കർത്താവിൽ വിശ്വസിക്കുന്നവരായി തീർന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഓരോരുത്തർക്കും ഈ ദാനിയേലിനെ പോലെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും കർത്താവിനോട് ചേർന്ന് നിന്ന് ഏറ്റെടുക്കാം. അപ്പോൾ ലോകം മുഴുവനും കർത്താവിനെ അറിയുന്നതിന് ഇത് കാരണമായി തീരും. കർത്താവിൽ വിശ്വസിക്കുന്നതിനും കർത്താവിനെ സ്വന്തമാക്കുന്നതിനും കാരണമായി തീരും. നമ്മൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് കണ്ട ഈ പ്രധാനപ്പെട്ട വചന സന്ദേശങ്ങൾ കർത്താവ് യേശുമിശിഹ നമ്മളെ വലിയ ആത്മീയ നിറവിലേക്ക് നയിക്കാൻ ഉതകുന്നതാണ്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കി, ഈ ശത്രുക്കൾ നമ്മളെ എങ്ങനെയൊക്കെ പെരുമാറിയാലും അതൊക്കെ നന്മയ്ക്കായിട്ട് ഭവിക്കും. ചിലവർ ചിന്തിക്കും ഇനി രക്ഷപ്പെടില്ല, രക്ഷിക്കില്ല, തകർന്നു എന്ന്. ഇല്ല മക്കളെ, കർത്താവ് നമ്മളെ രക്ഷിക്കും. രണ്ടാമതായി നമ്മൾ കർത്താവിനെ സേവിക്കുന്നവരാകണം. ദാനിയേലിനെ പോലെ കർത്താവിനെ ആത്മീയവും ഭൗതികവുമായ അഭിഷേകത്തിനായി കർത്താവിനെ നിരന്തരം സേവിക്കുന്നവരാകണം. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കി, കർത്താവ് യേശുമിശിഹായിൽ 100% ആശ്രയിക്കുന്നവരാകണം, ദാനിയേലിനെ പോലെ. നാലാമതായി നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ സഹനങ്ങൾ ഒന്നും പാഴായി പോവുകയില്ല. എല്ലാ സഹനങ്ങളും കർത്താവിലേക്ക് സമർപ്പിക്കുമ്പോൾ 30, 60, 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കും. ദാനിയേലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ വചനം ആവർത്തിച്ച് വായിച്ച് ധ്യാനിച്ച് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തെ വളർത്താനും കർത്താവിനെ സേവിക്കുന്നവരായി തീരാനും ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.